Hello guys, welcome back to our channel. This is me with Mallu episode. എന്തോ നറൂട്ടോ കുട്ടപ്പന്റെ കഥ പറഞ്ഞ് ഞാനും ഭയങ്കര പവർഫുള്ളായി. കൂട്ടുകാരെ കഴിഞ്ഞും ആവേശമാണ്. എനിക്കിപ്പോ നറൂട്ടോ കുട്ടപ്പന്റെ കഥ കാണാനും അതുപോലെ തന്നെ പറയാനും. കുട്ടപ്പനെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും നറൂട്ടോ കുട്ടപ്പനെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടന്നുചെല്ലാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ബോധം കെട്ടിടക്കുന്ന സാസുകയാണ് കാണിക്കുക. സാക്കുറ ആവട്ടെ അവിടെ പേടിച്ചരണ്ടിരിക്കുമ്പോ അവൾക്ക് നേരെ യമകണ്ഠൻ വില്ലൻ കൊറോച്ചിമാറു കത്തിയും കറക്കി എടുത്തോണ്ട് വരുമ്പോ നറൂട്ടോ കുട്ടപ്പനാവട്ടെ അവിടെ മാസായിട്ട് നിൽക്കും. പിന്നെ ഒന്നും നോക്കൂല, കൊറോച്ചിമാറു അവന്റെ വായി തന്നെ ഒരൊറ്റ കുത്ത് ആ എന്ന് അലറുമ്പോഴാണ് നറൂട്ടോ കുട്ടപ്പൻ അറിയാ ചോച്ചിത്തടിയൻ അവന്റെ തലയിലിട്ട് ഇടിച്ച് അവനെ എഴുന്നേപ്പിച്ചതാണെന്ന്. അതായത് പാവം നമ്മുടെ നറൂട്ടോ ചെറുക്കനും നേരത്തെ സാസുക കണ്ട പോലെ ഒരു സ്വപ്നത്തിലായിരുന്നു. ഇപ്പൊ അവനും എണീറ്റു. തലയ്ക്കടി കിട്ടി ഒരു ബോള് പോലെ ആവുമ്പോ നറൂട്ടോ കുട്ടപ്പന്റെ ഒരു പിരി പോവും. ഇപ്പോഴും വില്ലൻ അവന്റെ തൊട്ടടുത്ത് ഇരിപ്പുണ്ടെന്ന് കരുതിയിട്ട് അവനാവട്ടെ ആരും ഒച്ച വെക്കരുത്, ഡോണ്ട് മൂവ് എന്നൊക്കെ പറഞ്ഞ് എഴഞ്ഞെഴഞ്ഞ് ശത്രുവിനെ കീഴ്പ്പെടുത്താൻ പോവുകയോ അങ്ങനെ എന്തൊക്കെയോ പ്രാന്ത് അവിടെ കിടന്ന് കാണിക്കും. ചോച്ചുത്തടിയൻ നറൂട്ടോടെ അടുത്ത് വന്ന് അപ്പുക്കുട്ട മതി ഓവറാക്കണ്ട, എണീറ്റോ, എല്ലാം കഴിഞ്ഞു എന്ന് അവന്റെ അടുത്ത് പറയും. സാക്കുറയുടെ മുടി പകുതി മുറിഞ്ഞു കിടക്കുന്ന കണ്ട നറൂട്ടോ കുട്ടപ്പന് സഹിക്കാനാവാതെ സാക്കുറ നിനക്ക് എന്തു പറ്റിയെന്നും പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലും. ഉടൻ സാക്കുറ അത് കാടൊക്കെയല്ലേ, അതുകൊണ്ട് ലോങ് ഹെയർ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ വെട്ടിക്കളഞ്ഞതെന്ന് ഒരു കളവ് പറയും. ഈനോയ്ക്ക് അത് കേൾക്കുമ്പോ നല്ല സങ്കടം ഉണ്ടാവുമെങ്കിലും അവളൊന്നും മിണ്ടൂല. അല്ല അതൊക്കെ ഇരിക്കട്ടെ, നിങ്ങൾക്ക് എന്താ ഇവിടെ പരിപാടി എന്ന് ഉണ്ടപ്പനോടും അവന്റെ കൂടെയുള്ളവനോടും നറൂട്ടോ ചോദിക്കുമ്പോ ഞങ്ങളില്ലെങ്കിൽ ഇപ്പൊ കാണായിരുന്നു എന്ന് അവര് മറുപടി കൊടുക്കും. ഈ ഒരു സമയത്ത് ഈനോ ലൂയെ തൂക്കിയെടുക്കുമ്പോ ടെന്റനിടയിൽ വന്നിട്ട് അവനെ ഞാൻ നോക്കിക്കോളാന്ന് അവരുടെ അടുത്ത് പറയും. ഓക്കെ, വെരി കെയർഫുൾ, സൂക്ഷിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അവന്റെ കൊടുക്കുമ്പോ ലീയെ പിടിച്ച് അവൻ കുലുക്കാൻ ആരംഭിക്കും. ലീ എടാ പച്ചക്കുതിരെ എണീക്ക് എന്നൊക്കെ പറഞ്ഞ് പാവൻ ലീനെ കുലുക്കി നമ്മൾ ആസൻ എണീപ്പിക്കും. ഞാൻ എവിടെയാ, സൗണ്ട് വില്ലേജിലുള്ള ആ വില്ലന്മാരൊക്കെ എവിടെ, എനിക്ക് എന്താ പറ്റിയേ എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങള് ലീ ഒറ്റ വാക്കിൽ ചോദിക്കും. സാസുക അവരെയൊക്കെ അടിച്ച് പരത്തി ഓടിച്ചു എന്ന് പറയുമ്പോ ലീക്ക് വീണ്ടും ഒത്തിരി സങ്കടവും അതുപോലെ വിഷമവും. കാരണം അവന്റെ ബോധം പോകുന്ന സമയത്ത് സാക്കുറ മാത്രമേ കുറച്ചെങ്കിലും ബോധത്തോടു കൂടെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ലീ മാത്രമായിട്ട് സാക്കുറയൊന്നും ഇല്ലാതെ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ 3 പേരെയും ഇടിച്ച് മപ്പാസാക്കിയേനെ. ലീന്റെ അപ്പോഴത്തെ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും കണ്ട് നറൂട്ടോ കുട്ടപ്പൻ ലീയെ കളിയാക്കുമ്പോ സാക്കുറയ്ക്ക് കലി കയറി അവനിട്ട് ഒരൊറ്റ അടി. അപമാനവും അടിയും എപ്പോഴും ഏറ്റുവാങ്ങാനായിട്ട് നമ്മുടെ കുട്ടപ്പന്റെ ലൈഫ് വീണ്ടും ബാക്കി. സോറി ലീ, നീ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. ഐ ലൈക്ക് യുടാ, നീ ഉള്ളതുകൊണ്ടാണ് എനിക്ക് കുറച്ചെങ്കിലും ശക്തി കിട്ടി ഞാൻ ഇത്രയും ഫൈറ്റ് ചെയ്തെന്നൊക്കെ പറയുമ്പോ ലീക്കാവട്ടെ സന്തോഷം സഹിക്ക വയ്യാതെ ആനന്ദ കണ്ണീർ ഒഴുക്കാൻ തുടങ്ങും. ഇതൊക്കെ കേട്ടിട്ട് ലീ ഓപ്പൺ ആയിട്ട് പറയും, ആക്ച്വലി ഇതിൽ എന്റെ ഒരു എഫേർട്ടും ഇല്ല, ഞാൻ വെറുതെ തളർന്നു കിടന്നപ്പോ സാസുകയാണ് ഇതെല്ലാം ചെയ്തെന്ന് പറയുമ്പോഴായിരിക്കും സാസുക തന്നെ ഞെട്ടുക. ഇത്രയ്ക്ക് പവറുള്ള ലീക്ക് പോലും അത് തടയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത്രയ്ക്ക് വലുതായിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് സാസുക ആലോചിക്കും. പക്ഷെ സാക്കുറ ഇത്തവണത്തേതുപോലല്ല, അടുത്ത തവണ തീർച്ചയായിട്ടും ഇതിനിരട്ടി പവർ ഞാൻ ആർജിച്ച് നിന്നെ വേറെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകുമ്പോ അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്ത് രക്ഷിക്കുമെന്ന് ലീ പറയും. ടെന്റനായിക്ക് ഇത് അത്രയും കൊണ്ട് ഇഷ്ടപ്പെടില്ല. സാക്കുറയും ലീയും ചിരിക്കുമ്പോ നറൂട്ടോ കുട്ടപ്പനാവട്ടെ കുശുമ്പുത്തും. ഇതൊക്കെ കണ്ടിട്ട് ഈനോ പെങ്കൊച്ചാവട്ടെ സാക്കുറ ഞാൻ നിന്റെ മുടി പേനയൊക്കെ കിള്ളിപ്പെറുക്കി പിന്നെ ഇട്ട് തരാന്ന് അവളുടെ അടുത്ത് പറയും. സാക്കുറയുടെ കച്ചറ പിച്ചറയുള്ള മുടി റെഡിയാക്കുമ്പോഴും രണ്ടുപേരുടെ ഉള്ളിലും ഒടുക്കത്തെ കുശുമ്പാണ്. നെച്ചിപ്പയ്യൻ സാസുകയുടെ കഴിവ് കണ്ട് അമ്പരന്ന് നിൽക്കാണ്. ശരിക്കും ഇവൻ വളരെയധികം പവറുള്ള ഒരു ഓപ്പണന്റ് ആണ്. കട്ട് ചെയ്താല് നമ്മുടെ ഹിരട്ടേനെയും പട്ടിക്കുട്ടീനെയും ടീംസിനെയും കാണിക്കും. നായ്ക്കുട്ടി എന്തിനെയോ കണ്ട് ഒരുപാട് പേടിക്കുന്നുണ്ട്. ഇവരിപ്പോ 3 പേരെ പിടിച്ച് അവരുടെ കയ്യിൽ നിന്ന് എർത്ത് സ്ക്രോളും അടിച്ചു മാറ്റി ഇവരുടെ കയ്യിലുള്ള ഹെവൻ സ്ക്രോളും ആയിട്ട് ജയിക്കാനായിട്ട് അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും സംഗതി കിട്ടി. പക്ഷെ ഇനി ഏതെങ്കിലും കോക്കാച്ചിന്റെ കണ്ണി പെടുന്നതിന് മുമ്പ് നമ്മൾ അവിടെ സേഫ് ആയിട്ട് എത്തണമെന്ന് ഷിനോ പറയുമ്പോ അതൊക്കെ സിമ്പിൾ അല്ലേ, വേഗം തന്നെ നമുക്ക് എത്താന്ന് ബാക്കിയുള്ളവര് പറയും. പക്ഷെ മുത്തുമണി ഹിനട്ട
അവളുടെ മനസ്സിൽ ഇപ്പോഴും നമ്മുടെ കുട്ടപ്പനാണ്. ഹിനട്ട കുട്ടപ്പിയോട് 1 കിലോമീറ്ററിന്റെ ഉള്ളില് ആരെങ്കിലും ഉണ്ടോന്ന് അവളുടെ ടീംമേറ്റ്സ് ചോദിക്കുമ്പോ അവളാവട്ടെ ചുറ്റും നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യാൻ ആരംഭിക്കും. അപ്പോഴാണ് ദൂരെ നിൽക്കുന്ന ഗാറയെ കാണുക. സൗണ്ട് പവർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുമ്പോ 6 പേര് അവിടെ എവിടേക്കോ നിൽക്കുന്നുണ്ടെന്ന് തിരിച്ചറിയും. ഇത് കേൾക്കേണ്ട താമസം കിബയാവട്ടെ കമോൺ കമോൺ, നമുക്ക് ഉടൻ തന്നെ ഫൈറ്റ് ചെയ്യണം, എല്ലാവരും അടിച്ചു തോപ്പിക്കണം. അവന് കിട്ടിയ ഈ 2 സ്ക്രോളും പോരാഞ്ഞ് അവിടെ കണ്ണി കണ്ട എല്ലാവരുടെയും സ്ക്രോള് വാരിക്കൂട്ടണമെന്നാണ് അവന്റെ അത്യാഗ്രഹം. നമുക്ക് ഒരു ടീമിനെ കൂടെ തോൽപ്പിക്കാം, മാത്രമല്ല എക്സ്ട്രാ ഒരു സ്ക്രോളൂടെ എടുക്കാൻ പാടില്ലെന്ന് വേറെ നിയമമൊന്നുമില്ലല്ലോ. ബാക്കി 2 ആൾക്കാരും തടയാൻ ശ്രമിക്കുമെങ്കിലും അതൊന്നും കേൾക്കാതെ ഫൈറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ച് മുൻപോട്ടേക്കും പോവും. കിബയുടെ പട്ടിക്കുട്ടി പേടിച്ചരണ്ട് അവന്റെ ഷർട്ടിനുള്ളിൽ കേറിയിരിക്കും. ഈ പട്ടിക്കുട്ടിയുടെ ഒരു പവർ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ചുറ്റും നിൽക്കുന്നവരുടെ ചക്രാസിന്റെ പവർ എന്താണെന്ന് തിരിച്ചറിയാൻ അവനെ കൊണ്ട് സാധിക്കും. അവിടെയുള്ള ആരുടെയൊക്കെയോ ചക്രാസിന് നല്ല പവർ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് പേടിച്ചരണ്ട് അത് ഷർട്ടിന്റെ പോക്കറ്റിൽ ഒളിച്ചിരിക്കുന്നത്. ഇതുപോലൊരിക്കലും ഈ നായ്ക്കുട്ടി പേടിച്ചിരിക്കുന്നതായിട്ട് അവര് കണ്ടിട്ടില്ല. നോക്കുമ്പോഴാണ് ഗാറയുടെ ടീം വളരെ ടെററായിട്ട് അവിടെ നിൽക്കുന്ന കാണാം. അതിന്റെ തൊട്ടപ്പുറത്ത് ചട്ടി തലയെ കമഴ്ത്തിയ പോലെ വേറൊരു ടീമും. ഉടനെ ഫൈറ്റ് ചെയ്താല് ശരിയാവൂലല്ലോ. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് 2 ടീംസിനെയും മാറ്റി മാറ്റി കാണിക്കും. പട്ടിക്കുട്ടൻ ആ ഒരു ഹൈറ്റ് കൂടിയവനെ കണ്ട് വീണ്ടും വീണ്ടും പേടിച്ച് കുരയ്ക്കുമ്പോ അവർക്ക് മനസ്സിലാവും അവൻ നിസ്സാരക്കാരനല്ലാന്ന്. അവനെ കണ്ട് ഹിനട്ടയ്ക്കും ചെറിയ തോതിൽ പേടിയുണ്ടാവും. മാത്രമല്ല ഇവര് ഫൈറ്റ് നടത്തുമ്പോ ഓരോരുത്തരായിട്ട് മാറി മാറി ഫൈറ്റ് ചെയ്യും. മാത്രമല്ല ഏത് സ്ക്രോളാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെ കയ്യിലുള്ളതെന്ന് കൂടെ ചോദിക്കും. സെയിം സ്ക്രോൾ തന്നെയാണെങ്കിൽ കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഗാറ ഒന്നും നോക്കൂല, നിങ്ങളെ കൊല്ലാതെ ഞാൻ വിടില്ലാന്ന് അവർക്ക് നേരെ അലറും. ഈ ഗ്യാപ്പില് ലോങ് ഷോട്ടിൽ ഒരുത്തൻ ഒരുപാട് കൊടകൾ വലിച്ചെറിഞ്ഞ് ഒരു പ്രത്യേക ജിപ്സ് യൂസ് ചെയ്യും. കൊടയുടെ ഉള്ളിൽ നിന്ന് നിമിഷ നേരം കൊണ്ട് ഒരുപാട് കത്തികൾ പുറത്തേക്ക് തെറിക്കുമ്പോ എല്ലാവരും ഷോക്കായിട്ട് നോക്കി നിൽക്കും. പണി കിട്ടി എന്നെല്ലാവരും പേടിച്ച് നിൽക്കുമ്പോ ഗാറാവട്ടെ ഒരു കൂസലും ഇല്ലാതെ കൈയും കെട്ടി നോക്കി നിൽക്കും. കത്തികൾ കുത്തിത്തറച്ച് അവിടെ മുഴുവൻ പുകമറയാവുമ്പോ അവര് വിചാരിക്കും ഗാറയുടെ കാര്യത്തിൽ തീരുമാനമായെന്ന്. പക്ഷെ മണ്ണുകൊണ്ട് തന്നെ ഒരു മുട്ട പോലുള്ള കവചം ഉണ്ടാക്കി ഗാറ ഇപ്പോഴും ഒരു കൂസലില്ലാതെ നിൽക്കാണ്. ഇടയിലൊരു ഗ്യാപ്പ് കണ്ട് ഈ ഗ്യാപ്പിലൂടെ അറ്റാക്ക് ചെയ്താലോന്ന് കരുതി അവൻ അതിനും റെഡിയാവുമ്പോ പക്ഷെ അതും പുഷ്പം പോലെ ഗാറ തള്ളി മാറ്റും. നിനക്ക് ഈ ഒരു വിദ്യ മാത്രമേ അറിയുള്ളൂ. രക്തമലയില് കുളിപ്പിക്കുന്നു പറയുമ്പോ ഒളിച്ചിരിക്കുന്ന ഹിനട്ടയും ടീംസും ഒന്ന് പേടിച്ച് വിറയ്ക്കാൻ ആരംഭിക്കും. ഒളിച്ചിരിക്കുന്ന ഹിനട്ടയുടെ ടീംസിന് ഈ കാര്യങ്ങൾ കേട്ട് പേടി കൂടിക്കൊണ്ടേയിരിക്കും. മാത്രമല്ല മണ്ണിന്റെ മണം ഇപ്പൊ രക്തത്തിന്റേതുപോലായി തീരുന്നെന്നുകൂടെ അവര് പരസ്പരം പറയും. ഇതൊക്കെ കണ്ട കരടിത്തലനാവട്ടെ അത് ഗാറയുടെ വെറും ഒരു അടവ് മാത്രമാണ്. എന്തെങ്കിലും കിട്ടിയാല് അത് വെച്ച് കവർ ചെയ്യും. അവനെ അടിച്ച് പരത്ത് ഷാജി പാപ്പാന്ന് പറയുമ്പോഴേക്കും ഗാറയാവട്ടെ പിന്നെ ഒന്നും നോക്കൂല, കൈയെടുത്ത് ഒരൊറ്റ കറക്കല് ഒരുപാട് മണ്ണ് വന്ന് അവനെ പൊത്തി ഇപ്പൊ ഒരു മണ്ണുശിലയായിട്ട് നിൽക്കുകയാണ് പാവം നമ്മുടെ ചേട്ടൻ. ഇനി ഞങ്ങളെ മണ്ണില് പൊത്തുന്ന് പേടിച്ച് ബാക്കിയുള്ളവര് പുല്ലിൽ ഒളിച്ചു നിൽക്കുമ്പോ മണ്ണി പൊത്തിയവന്റെ അഹങ്കാരം വീണ്ടും കുറയൂല. അവന്റെ നാക്കിന്റെ നീളം കൂടി വരുമ്പോ ആവട്ടെ ഗാറയ്ക്ക് കലി പിടിച്ച് ആ കൊട കറക്കിയെടുത്ത് അവൻ അതിൽ കോർത്ത് മേലേക്ക് പൊക്കി ഒരൊറ്റ ഏറ്. കൊടയിലുണ്ടായിരുന്ന കത്തി അവനെ ചെത്തി ചെത്തി മിക്സിയിലിട്ട് അടിച്ചതുപോലാക്കി ഒരു രക്തമല തന്നെ ഗാറ പറഞ്ഞ പോലെ ഉണ്ടാക്കും. പ്ലീസ് പ്ലീസ് ഞങ്ങളൊന്നും ചെയ്യരുത്, ഇതാ സ്ക്രോൾ എന്നും പറഞ്ഞ് ബാക്കി 2 അവന്മാരും സ്ക്രോളും വെച്ച് അവിടുന്ന് ഓടും. ഓടുന്ന ഓട്ടത്തില് അവരെ മണ്ണിൽ പൊത്തി ഞെരിക്കുമ്പോ അടികൂടാൻ വന്ന കിബാ പയ്യൻ പേടിച്ച് വിറച്ച് പതുക്കെ ഒന്ന് വേക്കോട്ട് വലിയും. ആക്ച്വലി ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് എർത്ത് സ്ക്രോൾ ആണ്, കിട്ടിയത് ഹെവനും. പരിപാടിയൊക്കെ കഴിഞ്ഞു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പോവാന്ന് പറയുമ്പോ വാടക്ക് എനിക്ക് ഇതുകൊണ്ടൊന്നും മതിയായിട്ടില്ല എന്ന് നമ്മുടെ ആൾക്കാർ നോക്കിയിട്ട് അവൻ പറയുന്ന കേൾക്കുമ്പോ ഇവരുടെ മുട്ടിടിക്കാൻ തുടങ്ങും. കരടിത്തലേൻ അതിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് വേഗം തന്നെ ഡെസ്റ്റിനേഷനിലേക്ക് പോവാന്ന് പറയുമ്പോ നീ പേടിച്ചു പോയോ കരടിത്തലയ എന്ന് ഗാറ ചോദിക്കുമ്പോ നിനക്ക് പേടിക്കാനൊന്നുമില്ല, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. പിന്നെ നമുക്ക് 2 സ്ക്രോളും കിട്ടുകയും ചെയ്തു, വേറെ സ്ക്രോള് കണ്ടുപിടിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ എന്ന് അവൻ പറയുമ്പോ പേടിത്തൊണ്ടന്മാരെയൊന്നും എനിക്ക് വേണ്ട, ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുമെന്ന് ഗാറ പറയുമ്പോ കരടിത്തലേന് ദേഷ്യം വന്ന് അവന്റെ കോളറെ കയറി പിടിക്കും. ഒരു തവണയെങ്കിലും നിന്റെ ചേട്ടൻ പറയുന്നത് നീ അനുസരിക്ക്. അപ്പൊ ശരിക്കും ഈ ഒരു കരടിത്തലേനാണ് ഗാറയുടെ ചേട്ടൻ. ഒരിക്കൽ പോലും നിന്നെ ഞാൻ എന്റെ ചേട്ടനായി കണ്ടിട്ടില്ല എന്ന് ഗാറ പറയും. വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തില് കയറി ഇടപെട്ടാല് നിന്റെ കഴുത്തിന് മേലെ തലയുണ്ടാവില്ലെന്ന് പറയുമ്പോ കെമരി ആവട്ടെ അതിൽ കയറി ഇടപെട്ട് അവരെ 2 പേരെയും കോംപ്രമൈസ് ആക്കിപ്പിക്കും. ഇതില് രസമുള്ള കാര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ ആ ഒരു കരടിത്തലേൻ അവന്റെ ചേട്ടനും ഈ ഒരു പെങ്കുച്ച് അവന്റെ സിസ്റ്ററുമാണ്. ഗാറ കറക്റ്റ് ആയിട്ട് അവന്റെ കൈ നീട്ടി നമ്മുടെ ആൾക്കാർ നിൽക്കുന്ന സ്ഥലത്തെ മണ്ണോടുകൂടി ഉയർത്താൻ നോക്കുമ്പോ
സമയം അടുത്തു എന്നും പറഞ്ഞ് അവര് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഇവിടെ ടെമറി ആവട്ടെ മതി ഗാറ നമുക്ക് പോകാന്ന് അവന്റെ അടുത്ത് വീണ്ടും വീണ്ടും പറയും. പക്ഷെ പെങ്കൊച്ച് പറഞ്ഞത് നമ്മുടെ ഗാറ അങ്ങനെ അങ്ങോട്ട് തള്ളിക്കളയില്ല. അവരെ വെറുതെ വിട്ട് അവരവിടുന്ന് കടന്നു പോകും. നമ്മുടെ ആൾക്കാരുടെ ഫ്യൂസും ഫിലമെന്റ് ഒക്കെ അടിച്ചു പോയി പേടിച്ചു കുത്തിയിരിക്കുകയാണ്. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താല് ടവർ ആണ് കാണിക്കുക. അവിടെ നമ്മുടെ കിനട്ടയുടെ ടീം കറക്റ്റ് ആയിട്ട് തേടി പിടിച്ചെത്തും. കിനട്ടയുടെ പട്ടിക്കുട്ടി ഒന്ന് പേടിച്ചു പോയെങ്കിലും ഇപ്പോൾ ഓക്കെയാണ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് എന്തോ ഒരു സൗണ്ട് കേട്ട് അവര് കാതോർക്കുമ്പോ അത് മറ്റാരും അല്ല ഗാറയും അവന്റെ ടീംസും ആണ്. അവന്റെ ഒരു നോട്ടത്തിൽ തന്നെ നമ്മുടെ ആൾക്കാർ പേടിച്ചു പോകും. ഇപ്പൊ അതേ ബിൽഡിംഗിൽ തന്നെയുള്ള അങ്കുവിനെ കാണിക്കും. അവൻ ബ്ലാക്ക് ഓപ്സിന്റെ അടുത്ത് എന്തൊക്കെയോ പഴയ കഥനകഥയൊക്കെ പറഞ്ഞ് തള്ളി മറിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു യുദ്ധം അത് തടയാനാവില്ല. പക്ഷെ അതിനുവേണ്ടി ഈ ഒരു ടെസ്റ്റും എന്നെ കൊണ്ട് മാറ്റി നിർത്താനാവില്ല എന്ന് അവള് പറയുമ്പോ വേറൊരുത്തി അവിടേക്ക് വന്ന് മാഡം തീർച്ചയായിട്ടും ഈ കാസറ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കണമെന്ന് അവളുടെ അടുത്ത് പറയും. കാസറ്റിൽ കാണിക്കുന്നത് മറ്റൊന്നുമല്ല ഗാറയും അവന്റെ ടീമിനെയും ആണ്. അതും അവര് ടവറിനുള്ളിൽ നിൽക്കുന്നതായിട്ടാണ് കാണുക. എക്സാം ആരംഭിച്ച് വെറും 97 മിനിറ്റിനുള്ളിൽ അവനവിടെ എത്തി. വെറും ഒരു ഗനിനെ കൊണ്ട് ഇതൊരിക്കലും സാധ്യമല്ല. അങ്കു അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നടന്നിട്ട് പറയും ഒരിക്കലും ഇത് പോസിബിൾ അല്ല. മുൻപ് 4 മണിക്കൂർ കൊണ്ടാണ് ഒരു ടീം ഇത് പൂർത്തിയാക്കിയത്. കാട്ടിൽ മുഴുവൻ ഒരുപാട് വിഷപ്പാമ്പുകള്, ജീവികള്, മറ്റ് നിഞ്ചാസ് എല്ലാവരും ഉണ്ട്. അവരെയൊക്കെ തടഞ്ഞ് ഇത്രയും പെട്ടെന്ന് ഇവിടെ എത്തുക അത് സാധ്യമല്ല. ആ ചുമന്ന ടാറ്റു തലയെ കുത്തിയവനെ സൂക്ഷിച്ചു നോക്ക്. അവന്റെ കണ്ണിന് തീയാണ്. മാത്രല്ല ഇത്രയും വലിയ കാട്ടിക്കൂടെ വന്നിട്ടും ഒരു പരുക്ക് പോലും അവന്റെ ബോഡിയിലില്ല. അവന്റെ ഉടുപ്പില് ഒരു അഴുക്ക് പോലും കാണാനില്ല. ഒരു പെർഫെക്റ്റ് നിഞ്ച അത് ഇവൻ തന്നെയാണ്. എന്തോ ഒന്ന് കാര്യമായിട്ട് സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് ഹങ്കു ചിന്തിക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നു. സോ ഗായ്സ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡ് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.